ഹായ്, ഇന്ന് നമുക്ക് മേയോ പ്രഭുവിനെ കുറിച്ച് കുറച്ച് പഠിക്കാം. 1869 മുതൽ 1872 വരെ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന ആളാണ് മേയോ പ്രഭു. അതായത് അദ്ദേഹമാണ് ഇന്ത്യയിൽ വച്ച് കൊല ചെയ്യപ്പെട്ട വൈസ്രോയി. ഇന്ത്യക്കാരനായ ഷേർ അലി ആൻഡമാൻ നിക്കോബാറിൽ സെല്ലുലാർ ജയിലിൽ വെച്ച് 1872 ഫെബ്രുവരി 8 മേയോ പ്രഭുവിനെ വധിച്ചു. ഷേർ അലി ആണ് മേയോ പ്രഭുവിനെ വധിച്ചത്. അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ. ഇന്ത്യൻ ധനവികേന്ദ്രീകരണത്തിൻ്റെ പിതാവാണ് മേയോ പ്രഭു. ഇന്ത്യൻ ധനവികേന്ദ്രീകരണം എന്ന് പറയുമ്പോൾ വാണിജ്യം, ഇന്ത്യയിൽ കാർഷിക വാണിജ്യ വകുപ്പുകൾ ആരംഭിച്ച വൈസ്രോയിയാണ് മേയോ പ്രഭു. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടത്തിയ ആരെന്ന് ചോദിച്ചാൽ അത് ആരാണ്? മേയോ പ്രഭുവാണ്. പക്ഷേ ഔദ്യോഗിക സെൻസസ് ആരെന്ന് ചോദിച്ചാൽ റിപ്പൺ പ്രഭുവാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് 1872 നടത്തിയത് മേയോ ആണ്. ഇന്ത്യക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് തുടക്കം കുറിച്ചത് മേയോ പ്രഭുവാണ്. അതാണ് ഇന്ത്യൻ ധനവികേന്ദ്രീകരണം എന്ന് പറയാൻ കാരണം. ഇന്ത്യൻ ധനവികേന്ദ്രീകരണത്തിൻ്റെ പിതാവ് മേയോ പ്രഭുവാണ്. കാരണം അദ്ദേഹം ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് തുടക്കം കുറിച്ചു. അത് ഇദ്ദേഹം മരണപ്പെട്ടത് കൊണ്ട് അതിനൊരു ഒരു സാക്ഷി ഉണ്ടായിരുന്നായിരിക്കാം. അതുകൊണ്ട് ഷേർ അലിയെയും വധിച്ചു കേട്ടോ. അപ്പോൾ ഈ സാക്ഷി എന്ന് പറയുന്ന ഒരു കണക്ഷൻ വെച്ച് ഒരെണ്ണം കൂടെ, ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 പാസ്സാക്കിയ വൈസ്രോയി മേയോ പ്രഭുവാണ്. ആ എവിഡൻസ് വെച്ചൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഓർമ്മിച്ചിരിക്കാം. ഇന്ത്യയിലെ എവിഡൻസ് ആക്ട് 1872 പാസ്സാക്കിയത് മേയോ പ്രഭുവാണ്. അടുത്ത് ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ചത് ആരെന്ന് നമുക്കറിയാം, ഡൽഹൌസിയാണ് 1853. എന്നാൽ ആ ഇന്ത്യൻ റെയിൽവേയെ പൊതുമേഖലയിലോട്ട് കൊണ്ടുവന്നത് മേയോ പ്രഭുവാണ്. പിന്നെ മേയോ കോളേജ് എന്ന് പറയുന്ന ഒരു കോളേജുണ്ട്, അജ്മീറിലാണ് ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നത്. ആ സാധനം മേയോ പ്രഭുവിൻ്റെ സ്മരണാർത്ഥമുള്ളതാണ്. മേയോ പ്രഭുവിൻ്റെ സ്മരണാർത്ഥം ആണ് ഏതുള്ളത്, മേയോ കോളേജ് ഉള്ളത്. അത് അജ്മീറിലാണ്. അജ്മീറിലാണ്. ഇനി ഇന്ത്യയിൽ വഹാബി എന്ന് പറഞ്ഞൊരു പ്രക്ഷോഭം നടന്നിട്ടുണ്ട് കേട്ടോ. ഈ ഇന്ത്യയിൽ വഹാബി പ്രക്ഷോഭം നടക്കുമ്പോൾ മേയോ പ്രഭുവാണ് വൈസ്രോയി. ഇന്ത്യയിൽ വഹാബി പ്രക്ഷോഭം നടക്കുമ്പോഴുള്ള വൈസ്രോയി മേയോ പ്രഭുവാണ്. പക്ഷെ വഹാബികൾ നടത്തിയ കലാം അടിച്ചമർത്തിയത് ആരെന്ന് ചോദിച്ചാൽ എൽജിൻ പ്രഭുവാണ്. അതിന് മുമ്പേ വഹാബികൾ ഒരു കലാപം നടത്തിയിരുന്നു. അത് എൽജിൻ എന്നും പറയുന്ന ഒരു പ്രഭു ഉണ്ടായിരുന്നു. അദ്ദേഹമാണ്, ആ വൈസ്രോയിയാണ് എന്ത് ചെയ്തത്, വഹാബികളെ അടിച്ചമർത്തിയെന്ന് ചോദിച്ചാൽ എൽജിനാണ്. പക്ഷെ വഹാബികൾ പ്രക്ഷോഭം നടക്കുമ്പോൾ ഉള്ള വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ മേയോ പ്രഭുവാണ്. അപ്പോൾ ഇത്രയും ഓർമ്മിച്ചിരിക്കും. ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്യുന്നില്ല, കാരണം നിങ്ങൾക്ക് തന്നെ ഇത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാം. അപ്പോൾ ഇതാണ് ആദ്യം അദ്ദേഹം മരിച്ചത്, അദ്ദേഹത്തെ കൊന്നതാണെന്ന് ഓർമ്മിക്കുക. കൊല്ലുമ്പോൾ ഒരു എവിഡൻസ് ഉണ്ടായിരുന്നെന്ന് ഓർമ്മിക്കുക. എവിഡൻസ് ആക്ട്, പിന്നെ ധനവികേന്ദ്രീകരണം, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ ഇന്ത്യയിൽ ആദ്യമായി സെൻസസ്, പിന്നെ റെയിൽവേ അദ്ദേഹം പൊതുമേഖലയിലോട്ട് കൊണ്ടുവന്നു, പിന്നെ വഹാബി, പിന്നെ കാർഷിക വാണിജ്യ വകുപ്പ്, പിന്നെ മേയോ കോളേജ് അജ്മീറിലാണ്. താങ്ക് യു.